കണ്ണു തുടക്കി കൊച്ചു പിള്ളേരെ പോലെ. എന്താണ് തങ്കം, നമ്മളൊരാളിന്റെ കീഴിൽ ജോലിക്ക് പോകുന്നതാ. അപ്പൊ നമ്മുടെ മുഴുവൻ അധ്വാനം അവിടെ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ 100-100 രൂപ എടുത്ത് കൈ പിടിച്ചോ. തങ്കം, ഞാൻ ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോകുന്നു, തിരിച്ച് നടന്ന് ഇങ്ങോട്ട് വരുന്നു. അതിനിടയ്ക്ക് എനിക്ക് ഒരു ചെലവുമില്ലല്ലോ. അല്ല, കുടിക്കാനുള്ള വെള്ളം നീ എടുത്തിട്ടുണ്ടല്ലോ. വെള്ളം ചോറൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മതി മതി, ഇത്രയും മതി. ജോലി കഴിഞ്ഞാ വേഗം ഇങ്ങ് വന്നേക്കണേ. ആ പിന്നെ എവിടെ പോകാനാ തങ്കം? വന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവൂല. കൊച്ചിന് സങ്കടം വരുന്നു. അയ്യേ, എനിക്ക് സങ്കടമൊന്നുമില്ല. ഇങ്ങനെയൊന്ന് കരയാൻ നടക്കാം. വളർന്നിട്ട് അളിയാ, അളിയാ. അളിയനോ? ഓ കൊള്ളാലോ, അസലായിട്ടുണ്ട്. ഇതാണ് അളിയന് പറ്റിയ വേഷം. താങ്ക് യു അളിയാ. പക്ഷെ അളിയ വേറൊരു കാര്യം, ഇത് പോലീസ് ഡ്രസ് അല്ല, സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റി കേട്ടാ, അത് ഓർമ്മ വേണം. അവിടെ പോയിട്ട് ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം. അതൊക്കെ പിന്നെ എനിക്ക് അറിയില്ല അളിയാ. അമ്മേ, അനുഗ്രഹിക്കണം. മോനെ, ഇതിലെങ്കിലും നീ നന്നായിട്ടൊന്ന് വരണേ. വരട്ടെ. പിന്നെ ക്ലീറ്റോ ചേട്ടാ, വല്ല രാഷ്ട്രീയക്കാരും വിളിച്ച ഇറങ്ങി പോന്നേക്കരുത്, ജോലി പോവും. അയ്യോ, അതൊക്കെ ഞാൻ എന്നേ ഉപേക്ഷിച്ചു. എന്റെ ഫോണ് പോലെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. നാളെ മുതൽ പോയാലോ? നാളെ എന്തിനാണ് ഇവിടെയൊക്കെ പറയണത്? ഒരാളും മര്യാദയ്ക്ക് നന്നാവാൻ നോക്കുമ്പോ അതിന് സമ്മതിക്കൂലേ? ശകാരിക്കണ്ടല്ലേ, അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ. ഞാൻ അവളെ വിട്ട് മാറി നിന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാ. ഇവിടെ കിടന്ന് ഇറങ്ങുമ്പോൾ അവർച്ചൊന്നും ഇറങ്ങല്ലേ, എല്ലാം ഒക്കെ ചെയ്യണം. അതൊക്കെ അച്ഛൻ അറിയാൻ ചെയ്യാം. അച്ഛൻ ചെയ്തോളാം കേട്ടോ മക്കളെ. എന്നാ പിന്നെ എത്ര കാലം ഉണ്ടാവുക എന്തോ. കർത്താവ് എനിക്ക് ആരോഗ്യം തരുന്നിടത്തോളം കാലം ഈ ജോലി ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ വേണം. ശരി എന്നാ. ശരി, ഓക്കെ ഓക്കെ. നിനക്കെന്താണ് അവളെ മോൻ നോക്കമ്മ? വല്ല കാര്യമുണ്ടോ? നിനക്കെന്താ പ്രശ്നം? എന്താടി നിനക്കെന്താണ് പ്രശ്നമെന്ന്? നിന്റെ കെട്ടിയും ഗൾഫ് പോയതൊന്നല്ലല്ലോ, ഏതോ സെക്യൂരിറ്റി പണിക്ക് വേണ്ടി പോയതല്ലേ? എടി, ഇങ്ങനെയല്ലേ ഓരോന്ന് ശീലിക്കുന്നത്? അവൻ നന്നാവാൻ നീ സമ്മതിക്കത്തില്ലെന്ന് തന്നെയാണ്. എടി, നിന്റെ ജോലിക്ക് ഒരു ആശ്വാസം ആവത്തില്ലേ? ഇതൊന്നും ശീലില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ മനുഷ്യൻ മനസ്സ് മാറി നന്നാവാൻ തീരുമാനിച്ചു. ഇനി നാത്തൂനായിട്ട് ചളവാക്കാൻ നിൽക്കണ്ട. ഒരു പെങ്കൊച്ച വളർന്നു. അവനെങ്ങാനും ആ ജോലി കളഞ്ഞിട്ട് പഴയ പോലെ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവനൊന്നും പറയൂല, നിന്നെ പറയും കേട്ടാ. അപ്പൊ എന്റെ സ്വഭാവം നീ മനസ്സിലാക്കും. പോസ്റ്റിൽ വലിഞ്ഞു കയറണം എന്റെ ഭാര്യക്ക് കുഴപ്പമില്ലല്ലോ. എന്നിട്ടാണ് ഈ സെക്യൂരിറ്റി അവിടെ ഇരുമ്പാസല്ലേ വെറുതെ ഇരിക്കുകയാണ് പണി. അതിന് ചൂടെടുക്കൂടാ. ഒന്നും പറയാൻ നിക്കണ്ട. അല്ല, അവളോട് പോയിട്ട് വീശി കൊടുക്കാൻ പറ. ചുമ്മാ ഇരി. എന്ത് പോത്താണത് നാത്തൂനെ. ഈ ഡിസൈൻ ആണെങ്കിൽ മോക്ക് ചേരും അല്ലേ അമ്മേ? നാത്തിനൊന്നും ശ്രമിച്ചാൽ തയ്ക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ തയ്ക്കാൻ എന്ത് പാടാ? ആ പാടില്ലല്ലോ, അവർക്ക് ഒരെണ്ണം മേടിച്ചു കൊടുത്താ നിങ്ങക്ക് മേടിച്ചു കൊടുക്കാൻ പാടില്ല. അല്ല നാത്തിനെ, ഇന്ന് ക്ലീറ്റോ ചേട്ടൻ പോയില്ലേ? ഇനിയിപ്പോ 3 ദിവസത്തേക്ക് പോകണ്ട, 3 ദിവസം എത്തിയാക്കില്ലേ ഡ്യൂട്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്, തുടക്കത്തിൽ കാണിച്ച ആ ഉത്സാഹം ഒന്നും ഇപ്പൊ ഇല്ലല്ലേ അമ്മേ? അതാ ജോലി പരിചയമാവാത്തോണ്ടല്ല. എന്താ മാവാ? ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കും. സച്ചിനോട് ധോണിയോട് തരാൻ പറ ചെലവിനെ. പണിക്ക് പോയെന്ന് നീ അന്വേഷിച്ചോ? അത് പണിക്ക് പോകണ്ട, 3 ദിവസം മറ്റേക്ക ഡ്യൂട്ടി. 3 ദിവസം 10 ദിവസമായി അവൻ പണിക്ക് പോയിട്ട് മുഖത്ത് നോക്കാൻ പറ്റില്ല. ആരാണ്ട് നോണ പറഞ്ഞത്? ഇവിടുന്ന് എല്ലാ ദിവസം പോകണ്ട ക്ലീറ്റോ പണിക്ക്. എടി, അവളുടെ കൂടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് ലീവ് കിട്ടാൻ 10 ദിവസം വീട്ടിൽ പോകേണ്ട പണി എടുത്തോണ്ടിരിക്കുക. ദൈവം തമ്പുരാനെ നോണ പറയേണ്ടത് അതാരാണ്ടും. നോണ ഞാൻ അവനെ വിളിക്കാം.
എടാ അവൻ ദിവസവും ചോറും പൊതിയായിട്ട് പോകുന്ന ഞാൻ കാണുന്നതല്ലേ. ഞാൻ എന്തിനാ ഈ വേണ്ടാത്ത വിലക്കൊക്കെ നിന്നത്? ആ അമ്മാവോ അമ്മാവ് വന്നത് നന്നായി. ഞാനേ അങ്ങോട്ട് വന്ന് അമ്മാവനെ കാണാനിരിക്കുകയായിരുന്നു. അമ്മാവ് വാങ്ങിച്ചെന്ന ജോലി ഉണ്ടല്ലോ അതിനി ഞാൻ പോകുന്നില്ല. എന്താ? അതെ, ഞാൻ അവിടെ ചെല്ലുമ്പോ അവന്റെ വണ്ടി വരുമ്പോ ഡോറ് തുറന്നു കൊടുക്കണം, അവൻ വരുമ്പോ ഗേറ്റ് തുറന്നു കൊടുക്കണം, അവനെ ഞാൻ സല്യൂട്ട് അടിക്കണം. അതിന് ക്ലീറ്റ് ആയി കിട്ടുന്നില്ല. അല്ലടാ, ഞാൻ വേണമെങ്കിൽ ഒരു കട്ടിട്ട് എന്നിട്ട് അതിന്റെ അടുത്തൊരു ഫാനും വെച്ചിട്ട് എന്നോട് 12 മണിക്കൂർ കടന്നു തുടങ്ങിയിട്ട് ശമ്പളം തരാൻ പറയാ. എന്തിന്? അതിന് കട്ടിലും ഫാനും ഒക്കെ ഈ വീട്ടിലുണ്ടല്ലോ, ഞാൻ ഇവിടെ കിടന്നാളോ? ചേട്ടാ ട്രീറ്റ് അപ്പൊ ഇത്ര ദിവസം അങ്ങോട്ടാ പോയിക്കൊണ്ടിരുന്നത്? ഞാൻ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഓടി അവിടെ നിന്ന് പിന്നെ ഞാനൊരു 9 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. അതിന്റെ കാശ് ഉണ്ടെങ്കിൽ അമ്മ മേടിച്ചു ഡ്രസ്സ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, ഇവൻ നേരാവില്ല കേട്ടോ. അപ്പൊ ശരിയോ? എവിടുന്ന് ശരിയാവണം? എന്താ പറയണേ? എടാ ഇത്ര ഇതിലൊക്കെ നിന്നെ പറഞ്ഞാ മതി, വേറെ ആരും പറയണ്ട കേട്ടോ. അതെ, അവന് ടിവിന്ന് ചെറുതായിട്ട് ഷോക്ക് അടിച്ചതാ. അയ്യോ, ഒന്നും സംഭവിക്കില്ല. അമ്മ അവന് ഓർമ്മയില്ല, അന്ന് അമ്മ വന്ന ദിവസമാണ് അവന് കറണ്ട് അടിച്ച് താഴെ വീണത്. അന്ന് മുതലാണ്ടോ പണിക്ക് പോകാൻ തുടങ്ങി അല്ലേ? 10-15 ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പിന്നെയാണ് അവൻ മുട തുടങ്ങിയത്. അതിന് അതിനാണ് ഇപ്പൊ രണ്ടാമത് ഒരു ഷോക്കും കൂടെ കൊടുത്തത്. ഇതിലവൻ നന്നാവുകയാണെങ്കിൽ മാസം 2 ഷോക്ക് വെച്ച് കൊടുത്താൽ മതി, സംഗതി ഓക്കെയാണ്. അല്ല, കണ്ടാവോ നന്നായി. versus Alien.